ലോകമെമ്പാടും ശ്രദ്ധേയമായി നിൽക്കുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ് BBC. ആ BBCയുടെ സർവേ ഫലം കഴിഞ്ഞ ദിവസം പുറത്തു വരികയുണ്ടായി. അതായത് ഇന്ത്യയിൽ നടക്കുന്ന 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും ഇന്ത്യ ഭരിക്കുവാൻ പോകുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സർവേ ആയിരുന്നു നടന്നത്. ആ സർവേ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സർവേ ആയിരുന്നു. രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾ ആർക്കനുകൂലമായി വിധിയെഴുതും എന്നുള്ളതിൻ്റെ ഒരു എക്സിറ്റ് പോൾ സർവേ ആയിരുന്നു BBC നടത്തിയത്. അതിൽ ഓരോ സംസ്ഥാനത്തുമുള്ള സീറ്റുകളും ആ സംസ്ഥാനത്ത് ആരൊക്കെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടും, NDA ആണോ അതോ ഇന്ത്യ സഖ്യമാണോ, എന്നാൽ NDAയിലും ഇന്ത്യ സഖ്യത്തിലും പെടാതെ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന മറ്റ് പ്രാദേശിക പാർട്ടികളാണോ എന്നുള്ളതാണ് BBC നടത്തിയ സർവേ. ആ സർവേയിൽ വന്ന ഫലം എങ്ങനെയാണ് എന്ന് പരിശോധിക്കാം. ആദ്യം വെസ്റ്റ് ബംഗാളിൽ 42 സീറ്റുകളാണുള്ളത്. അതിൽ BBCയുടെ സർവേ പ്രകാരം NDA നേടുവാൻ പോകുന്നത് 12 സീറ്റുകൾ മാത്രമാണ്. മിച്ചം വരുന്ന 30 സീറ്റുകളും നേടുവാൻ പോകുന്നത് ഇന്ത്യ സഖ്യമാണ് എന്നാണ് BBCയുടെ സർവേ ഫലത്തിലൂടെ പറയുന്നത്. അതായത് 42 സീറ്റുകളിൽ ഏകദേശം 80% സീറ്റുകളും നേടുവാൻ പോകുന്നത് ഇന്ത്യ സഖ്യമാണ്. 20% സീറ്റുകൾ മാത്രമാണ് NDA സർക്കാർ നേടുവാൻ പോകുന്നത് എന്ന് BBC പറയുന്നു. പിന്നീട് ജാർഖണ്ഡിലേക്ക് വരുമ്പോൾ ജാർഖണ്ഡിൽ ആകെയുള്ളത് 14 സീറ്റുകളാണ്. 14 സീറ്റിൽ 5 സീറ്റുകൾ മാത്രമാണ് ഇന്ത്യ സഖ്യത്തിന് നേടുവാൻ സാധിക്കുന്നത്. 9 സീറ്റുകൾ അവിടെ NDA നേടുമെന്ന് BBC പറയുന്നു. അതായത് ജാർഖണ്ഡിലെ 14 സീറ്റുകളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. 9 സീറ്റുകൾ NDA നേടുമ്പോൾ 5 സീറ്റുകളുമായി ഇന്ത്യ സഖ്യം തൊട്ടു പിന്നാലെയുണ്ട് എന്ന് BBC പറയുന്നു. ഛത്തീസ്ഗഡിലേക്ക് വരുമ്പോൾ ആകെയുള്ളത് 11 സീറ്റ്. അവിടെ NDA സഖ്യം നേടുന്നത് 7 സീറ്റുകൾ. കുറവ് സീറ്റുകൾ മാത്രമാണ് ഇന്ത്യ സഖ്യം നേടുന്നത്. 4 സീറ്റുകൾ നേടുന്നുവെന്ന് BBC പറയുന്നു. എങ്കിലും അത്രമേൽ കുറവല്ല, കേവലം 3 സീറ്റുകളുടെ കുറവാണ് NDAയും ഇന്ത്യയും തമ്മിലുള്ളത്. 11ൽ 80% അല്ലെങ്കിൽ 75% NDA സർക്കാർ നേടുമ്പോൾ 20% അല്ലെങ്കിൽ 30% മാത്രമാണ് ഇന്ത്യ സഖ്യത്തിന് ഛത്തീസ്ഗഡിൽ നേടുവാൻ സാധിക്കുന്നത് എന്ന് BBCയുടെ കണക്ക് വെളിപ്പെടുത്തുന്നു. മധ്യപ്രദേശിലേക്ക് വരുമ്പോൾ മധ്യപ്രദേശിൽ 29 മണ്ഡലങ്ങളാണുള്ളത്. 29 ലോക്സഭാ മണ്ഡലങ്ങളിൽ 22 NDA സർക്കാർ അധികാരത്തിൽ വരും. 7 മാത്രം ഇന്ത്യ സർക്കാർ അധികാരത്തിൽ വരുമെന്ന് പറയുന്നു. അതായത് 90% സീറ്റുകളിലും മധ്യപ്രദേശ്, അതായത് ഹിന്ദി ഹൃദയ ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമായ മധ്യപ്രദേശിൽ, BJPക്ക് അത്രമേൽ സ്വാധീനമുള്ള മധ്യപ്രദേശിൽ ഇത്തവണയും ഏറ്റവും കൂടുതൽ സീറ്റുകൾ കൈക്കലാക്കുന്നത് NDA സർക്കാർ തന്നെയായിരിക്കുമെന്നാണ് BBCയുടെ സർവേ ഫലം പറയുന്നത്. 29 ലോക്സഭാ മണ്ഡലങ്ങളിൽ 22 ഇടത്തും അധികാരമേൽക്കുവാൻ പോകുന്നത് NDA സർക്കാരായിരിക്കും. 7 മാത്രമാണ് ഇന്ത്യ സഖ്യം അധികാരം ഏൽക്കുക എന്ന് BBC പറയുന്നു. മഹാരാഷ്ട്രയിലേക്ക് വരുമ്പോൾ മഹാരാഷ്ട്രയും ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമാണ്. BJPക്ക് അത്രമേൽ ആത്മവിശ്വാസമുള്ള സംസ്ഥാനമാണ്. അവിടെ ആകെയുള്ളത് 48 ലോക്സഭാ മണ്ഡലങ്ങൾ. 48 ലോക്സഭാ മണ്ഡലങ്ങളിൽ BBCയുടെ സർവേ ഫലപ്രകാരം 17 ഇടങ്ങളിൽ മാത്രമാണ് NDA സർക്കാരിന് അധികാരത്തിലെത്തുവാൻ സാധിക്കുക. ഇന്ത്യ സഖ്യം അവിടെ വലിയ ഒരു വിജയം നേടുമെന്ന് പറയുന്നു. 28 ഇടത്ത് മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തുമെന്നാണ് BBCയുടെ സർവേ ഫലം. 29 ഇടത്ത് ഇന്ത്യ സഖ്യം, 17 ഇടത്ത് NDA, മിച്ചം വരുന്ന 2 ലോക്സഭാ മണ്ഡലങ്ങളിൽ മറ്റ് പ്രാദേശിക പാർട്ടികളെന്ന് BBC പറയുന്നു. അടുത്തത് തെലങ്കാനയാണ്. തെലങ്കാനയിൽ ആകെയുള്ളത് 17 ലോക്സഭാ മണ്ഡലങ്ങളാണ്. 2024 നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ, അതായത് 5 സംസ്ഥാനങ്ങളിലായി നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തെലങ്കാനയും ഉണ്ടായിരുന്നു. അന്ന് തെലങ്കാനയിൽ കോൺഗ്രസ് പോലും പ്രതീക്ഷിക്കാത്ത ഒരു വമ്പൻ വിജയമായിരുന്നു രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന് നേടുവാൻ സാധിച്ചത്. ആ ആത്മവിശ്വാസം തെലങ്കാനയിൽ ഇപ്പോഴും കോൺഗ്രസിനുണ്ട്. ആ കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ 17 സീറ്റുകളിൽ 10 ഇടത്തും ഇന്ത്യ സഖ്യം തന്നെ അധികാരത്തിൽ എത്തുമെന്ന് പറയുമ്പോൾ 4 ഇടത്ത് NDA അധികാരം പിടിക്കുന്നു, 3 ഇടത്ത് പ്രാദേശിക പാർട്ടികൾ അധികാരം നേടുമെന്ന് പറയുന്നു. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാന കോൺഗ്രസിന് കൈകൊടുത്തിട്ടുണ്ടെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബഹുഭൂരിപക്ഷം വരുന്ന മണ്ഡലങ്ങളിലും കോൺഗ്രസിന് തന്നെയായിരിക്കും വിജയമെന്ന് BBC വ്യക്തമാക്കുന്നു. കർണാടക 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച കോൺഗ്രസ്, DK ശിവകുമാറിൻ്റെയും സിദ്ധരാമയ്യയുടെയും നേതൃത്വത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കോൺഗ്രസിന് നേടുവാൻ സാധിച്ചത് ബഹുഭൂരിപക്ഷം വരുന്ന സീറ്റുകളാണ്. ആ തരംഗം ഇപ്പോഴും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കർണാടകയിൽ ഉണ്ട് എന്ന് കോൺഗ്രസ് വിശ്വസിക്കുമ്പോൾ കഴിഞ്ഞ തവണ 2019 മികച്ച പ്രകടനം കാഴ്ചവെച്ച് 99% സീറ്റുകളും നേടിയെടുത്ത കർണാടകയിലെ BJPക്ക് ഇക്കുറിയും മികച്ച നേട്ടം കൈവരിക്കുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസമാണ് ഉള്ളത്. പക്ഷേ BBCയുടെ കണക്ക് വരുമ്പോൾ 28 ലോക്സഭാ മണ്ഡലങ്ങളിൽ
18 ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തും. 10 മാത്രമാണ് BJP അല്ലെങ്കിൽ BJP നേതൃത്വം നൽകുന്ന NDA സർക്കാരിന് അധികാരത്തിലെത്തുവാൻ സാധിക്കുക എന്നാണ് BBC പറയുന്നത്. ഗോവയിലേക്ക് വരുമ്പോൾ ഗോവയിൽ ആകെയുള്ളത് 2 ലോക്സഭാ മണ്ഡലങ്ങൾ. 2 ലോക്സഭാ മണ്ഡലങ്ങളും തുല്യമായി വീതിക്കുന്നു. ഇന്ത്യ സഖ്യത്തിനും ഇന്ത്യയ്ക്കും ഓരോ മണ്ഡലങ്ങൾ വീതം ലഭിക്കുമെന്ന് BBC പറയുന്നു. അടുത്തത് കേരളമാണ്. കേരളത്തിൽ ആകെയുള്ളത് 20 ലോക്സഭാ മണ്ഡലങ്ങൾ. 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇടതുപക്ഷവും കോൺഗ്രസും വേറെ മത്സരിക്കുന്നുവെങ്കിൽ പോലും ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായാണ് അവർ ദേശീയ തലത്തിൽ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ 19 ലോക്സഭാ മണ്ഡലങ്ങളിലും ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തും. 1 സീറ്റ് മാത്രം NDA സർക്കാരിന് ലഭിക്കും എന്നാണ് സർവേ ഫലം പറയുന്നത്. അങ്ങനെയെങ്കിൽ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്നാണ് BBC പറയുന്നത്. അങ്ങനെ തുറക്കുകയാണെങ്കിൽ ഒരുപക്ഷെ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ തൃശ്ശൂരോ ആയിരിക്കുവാനാണ് സാധ്യത ഏറെയുള്ളത്. പിന്നീടുള്ളത് BJP ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള തെക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തമിഴ്നാടാണ്. MK സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ DMK നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം. ആ ഇന്ത്യ സഖ്യം അവിടെ 39 ലോക്സഭാ മണ്ഡലങ്ങളിൽ 38 ഇടത്തും ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തും. ഒരിടത്ത് മാത്രമാണ് ഇന്ത്യ സർക്കാരിന് അധികാരം പിടിച്ചെടുക്കുവാൻ കഴിയുക എന്നാണ് ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയായ BBC പറയുന്നത്. ആന്ധ്രാപ്രദേശിലേക്ക് വരുമ്പോൾ ആന്ധ്രാപ്രദേശിൽ ആകെയുള്ളത് 25 സീറ്റുകൾ. ഇന്ത്യ സഖ്യം അവിടെ നേടുന്നത് 1 സീറ്റ് മാത്രമാണ്. NDA സർക്കാരാകട്ടെ അവിടെ 9 സീറ്റുകൾ. പക്ഷേ ഇന്ത്യ സഖ്യത്തിനോടൊപ്പമോ NDAക്കൊപ്പമോ പ്രഥമദൃഷ്ട്യ ഒരു അനുകമ്പ പ്രകടിപ്പിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ ഒരു അനുകൂലപരമായ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടില്ലാത്ത ജഗൻമോഹൻ റെഡ്ഡി നേതൃത്വം നൽകുന്ന YSR കോൺഗ്രസ് അവിടെ NDAയേക്കാൾ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടുമെന്ന് പറയുന്നു. 15 സീറ്റുകളാണ് ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിൽ YSR കോൺഗ്രസ് അവിടെ നേടുവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ സർവേ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം ജഗൻമോഹൻ റെഡ്ഡിയും YSR കോൺഗ്രസും ഒക്കെ പ്രാദേശിക പാർട്ടികളായിരിക്കും ഈ രാജ്യം ആര് ഭരിക്കണം എന്നതിൽ തീരുമാനമെടുക്കുക എന്ന ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചത്. എന്തായാലും അവിടെ NDAയ്ക്കും ഇന്ത്യ സഖ്യത്തിനും വലിയ തിരിച്ചടി ഉണ്ടാകും. അവിടെ YSR കോൺഗ്രസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുക എന്നാണ് BBC പറയുന്നത്. അടുത്തത് ഗുജറാത്താണ്. ഗുജറാത്ത് നരേന്ദ്രമോദി ഇവിടെ വലിയ തരംഗത്തിൽ പ്രഭജ്വലിച്ചിങ്ങനെ നിൽക്കുന്ന സംസ്ഥാനമാണ്. ആ 26 ലോക്സഭാ മണ്ഡലങ്ങളുള്ള ഗുജറാത്തിൽ NDA സർക്കാർ 23 വിജയിക്കും. NDA സഖ്യം 23 വിജയിക്കും. ഇന്ത്യ സഖ്യം ആകെ വിജയിക്കുക 3 മാത്രം. രാജസ്ഥാനിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സച്ചിൻ പൈലറ്റിൻ്റെയും അശോക് ഗെഹ്ലോട്ടിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ കോൺഗ്രസ് വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്ന് ആത്മവിശ്വാസത്തോടുകൂടി കരുതിയിരുന്ന രാജസ്ഥാനിൽ മിന്നുന്ന പ്രകടനമായിരുന്നു BJP കാഴ്ചവെച്ചത്. ഒട്ടുമിക്ക ലോക്സഭാ മണ്ഡലങ്ങളും BJPയുടെ കൈവശമാണ്. എന്നാൽ ആ രാജസ്ഥാനിൽ 25 സീറ്റുകളുള്ള രാജസ്ഥാനിൽ ഇന്ത്യ സഖ്യം 10 സീറ്റുകൾ നേടും. 15 സീറ്റുകൾ NDA സഖ്യവും നേടുമെന്നാണ് BBC പറയുന്നത്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് അവിടെ പറയുന്നത് 12 സീറ്റിലധികം ഇന്ത്യ സഖ്യം നേടുമെന്നാണ്. നേരിയ വ്യത്യാസം മാത്രമാണ് BBCയുടെയും കോൺഗ്രസിൻ്റെയും കണക്കുകൂട്ടലുള്ളത്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി രാജസ്ഥാനെ അടക്കി ഭരിച്ച BJPയെ സംബന്ധിച്ച് ഇത് വലിയൊരു തിരിച്ചടിയാകുവാനുള്ള സാധ്യത ഏറെയാണ്. പഞ്ചാബിലേക്ക് വരുമ്പോൾ പഞ്ചാബിൽ ആകെയുള്ളത് 13 ലോക്സഭാ മണ്ഡലങ്ങൾ. അതിൽ 10 ഇന്ത്യ സഖ്യം, 1 NDA, 2 അതേഴ്സ്. അതായത് ഒട്ടുമിക്ക ലോക്സഭാ മണ്ഡലങ്ങളിലും ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തും. 1 മാത്രമാണ് ഇന്ത്യ സഖ്യത്തിന് വേരുള്ളത്. 1 മറ്റ് പ്രാദേശിക പാർട്ടിയും ഇടം പിടിക്കുമെന്ന് സർവേ ഫലം പറയുന്നു. ഹരിയാനയിൽ ആകെയുള്ളത് 10 ലോക്സഭാ മണ്ഡലം. 7 NDA, 3 മാത്രം ഇന്ത്യ സഖ്യം. അതായത് മികച്ച പ്രകടനമായിരിക്കും ഹരിയാനയിൽ കാഴ്ചവെക്കുന്നത് എന്നാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ആത്മവിശ്വാസത്തോടുള്ള മറുപടി. പക്ഷേ സർവേ ഫലം പറയുന്നത് 3 ഇന്ത്യ സഖ്യം, 7 NDA എന്നാണ്. ജമ്മുവിലാകെയുള്ളത് 6 ലോക്സഭാ മണ്ഡലങ്ങൾ. അതിൽ 4 ഇന്ത്യ സഖ്യം, 2 മാത്രം NDA. പല ഭരണപരിഷ്കാരങ്ങളും നടത്തിയിട്ടും ജമ്മുവിൽ NDAയ്ക്ക് കൃത്യമായ വേര് ഉണ്ടാക്കുവാൻ സാധിക്കില്ല എന്ന് BBC പറയുമ്പോൾ 4 ഇന്ത്യ സഖ്യവും 2 NDA സർക്കാരും എന്ന് പറയുന്നു BBC. ഹിമാചൽ പ്രദേശിലെ ആകെയുള്ള ലോക്സഭാ മണ്ഡലം 4, 2 NDA സഖ്യം, 2 ഇന്ത്യ സഖ്യം. ഉത്തരാഖണ്ഡിലേക്ക് വരുമ്പോൾ ആകെയുള്ളത് 5 ലോക്സഭാ മണ്ഡലം. 4 NDA, 1 മാത്രം ഇന്ത്യ സഖ്യം. 5 90% NDA അധികാരത്തിലെത്തും, 1 മാത്രം ഇന്ത്യ എത്തും. ഡൽഹിയിലേക്ക് വരുമ്പോൾ 7 അവിടെ അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ത്യ സഖ്യം മുൻപോട്ട് പോകുന്നത്. 7 ലോക്സഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസിൻ്റെ PCC അധ്യക്ഷൻ വരെ കളം വിട്ടുപോയ ഡൽഹിയിൽ 2 മാത്രം ഇന്ത്യ സഖ്യം, 5 NDA. അതായത് അരവിന്ദ് കെജ്രിവാളും കോൺഗ്രസും ഒക്കെ ഒരുമിച്ച് പോരാടിയാൽ പോലും 5 NDA തന്നെ അധികാരത്തിലെത്തും. 2 മാത്രമാണ് ഇന്ത്യ സഖ്യത്തിന് വേരുള്ളത് എന്ന് BBC വ്യക്തമാക്കുന്നു. ഉത്തർപ്രദേശ് രാജ്യം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നതിൽ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നായ ഉത്തർപ്രദേശിൽ ആകെയുള്ളത് 80
ലോക്സഭാ മണ്ഡലങ്ങൾ. 80-ൽ 54 എൻ ഡി എ വലിയ കോട്ടങ്ങളൊന്നും ഉണ്ടാകാതെ എൻ ഡി എ അവിടെ സീറ്റുകൾ നേടും. അവിടെ സമാജ്വാദി പാർട്ടിയോടൊപ്പം കൈകോർത്ത് കോൺഗ്രസ് മത്സരിക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിന് 24 സീറ്റുകൾ കിട്ടും. 2 സീറ്റുകൾ മാത്രം അതായത് മായാവതി നേതൃത്വം നൽകുന്ന BSP അടക്കമുള്ള പ്രാദേശിക പാർട്ടികൾക്ക് അവിടെ നേടുവാൻ സാധിക്കുന്നത് 2 സീറ്റുകളാണ്. ഇന്ത്യ സഖ്യത്തിന് 24 സീറ്റ്, 54 സീറ്റുകൾ എൻ ഡി എ. ഇന്ത്യ സഖ്യത്തിനെ സംബന്ധിച്ച് അത് വലിയൊരു ആത്മവിശ്വാസമാണ്. ഉത്തർപ്രദേശിൽ 24 സീറ്റുകൾ നേടുക എന്നുള്ളത്. ബീഹാറിലേക്ക് വരുമ്പോൾ 40 സീറ്റുകൾ, 40-ൽ 25 എൻ ഡി എ, 15 ഇന്ത്യ സഖ്യം. ഒഡീഷയിലേക്ക് വരുമ്പോൾ 21 ലോക്സഭാ മണ്ഡലങ്ങൾ, 7 എൻ ഡി എ, 3 ഇന്ത്യ സഖ്യം, 11 അതേഴ്സ്. ഒഡീഷയിലെ പ്രാദേശിക പാർട്ടിക്കാണ് ഇന്ത്യ സഖ്യത്തിനേക്കാളും എൻ ഡി എക്കാളും പ്രാധാന്യം കൂടുതൽ എന്നാണ് BBC-യുടെ സർവേ വ്യക്തമാക്കുന്നത്. സിക്കിമിലേക്ക് വരുമ്പോൾ 1 സീറ്റ്, ആ 1 സീറ്റ് എൻ ഡി എക്ക് തന്നെ. അസമിലെ 14 സീറ്റുകളിൽ 8 എൻ ഡി എ, 6 ഇന്ത്യ സഖ്യം. മേഘാലയയിലേക്ക് വരുമ്പോൾ ആകെയുള്ളത് 2 ലോക്സഭാ മണ്ഡലം, അവിടെ 1 എൻ ഡി എ, 1 ഇന്ത്യ സഖ്യം. അരുണാചൽ പ്രദേശിലും 2 സീറ്റുകൾ, അവിടെ 1 എൻ ഡി എ, 1 ഇന്ത്യ സഖ്യം. നാഗാലാൻഡിൽ 1 സീറ്റ് മാത്രം, ആ ഒരൊറ്റ സീറ്റ് ഇന്ത്യ സഖ്യം നേടുമെന്ന് BBC വ്യക്തമാക്കുന്നു. മണിപ്പൂർ വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങളും സാമുദായിക പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായ മണിപ്പൂരിൽ ആകെയുള്ളത് 2 ലോക്സഭാ മണ്ഡലം, ആ 2 ലോക്സഭാ മണ്ഡലങ്ങളിലും ഇന്ത്യ സഖ്യം തന്നെ അധികാരത്തിൽ എത്തുമെന്ന് BBC വ്യക്തമാക്കുന്നു. മിസോറാമിൽ ആകെയുള്ളത് 1 സീറ്റ്, അവിടെ ഇന്ത്യ സഖ്യം തന്നെ എത്തും. ത്രിപുരയിലെ 2 സീറ്റുകളിൽ 1 എൻ ഡി എയും 1 ഇന്ത്യ സഖ്യവും. ആൻഡമാൻ നിക്കോബാറിൽ 1 സീറ്റ്, ആ 1 സീറ്റിൽ ഇന്ത്യ സഖ്യം എത്തും. ലക്ഷദ്വീപിലുള്ള 1 സീറ്റിൽ ഇന്ത്യ സഖ്യം തന്നെ അധികാരത്തിലെത്തുമെന്ന് വ്യക്തമാക്കുന്നു. പുതുച്ചേരിയിലെ 1 സീറ്റിൽ എൻ ഡി എ ആയിരിക്കും അധികാരത്തിലെത്തുക എന്ന് BBC പറയുന്നു. ദാദ്ര നഗർ ഹവാലിയിൽ ആകെയുള്ളത് 2 ലോക്സഭാ മണ്ഡലങ്ങൾ, 2 എൻ ഡി എ തന്നെ അധികാരത്തിലെത്തുമെന്ന് BBC വ്യക്തമാക്കുന്നു. ചണ്ഡീഗഡിൽ ആകെയുള്ളത് 1, അവിടെ ഇന്ത്യ സഖ്യം അധികാരത്തിൽ എത്തും. അതായത് ആകെയുള്ള 543 സീറ്റുകളിൽ 253 എൻ ഡി എ, 255 ഇന്ത്യ സഖ്യം. അതായത് 2 സീറ്റുകളുടെ മാത്രം വ്യത്യാസമാണ് എൻ ഡി എയും ഇന്ത്യ സഖ്യവും തമ്മിലുള്ളത് എന്നാണ് BBC-യുടെ സർവേ ഫലം പറയുന്നത്. അവിടെ അപ്പോൾ ആര് രാജ്യം ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് തൃണമൂൽ കോൺഗ്രസും അതുപോലെ YSR കോൺഗ്രസും ഒക്കെ അടങ്ങുന്ന ഇന്ത്യ സഖ്യത്തിലും എൻ ഡി എയിലും ഇല്ലാത്ത പ്രാദേശിക പാർട്ടികളായിരിക്കുമെന്ന് സാരം. അവർ നേടുവാൻ പോകുന്നത് 35 സീറ്റുകളെന്ന് BBC പറയുന്നു. എന്തായാലും ഇന്ത്യയുടെ 18ാമത്തെ മന്ത്രിസഭ ആര് ഭരിക്കുമെന്ന BBC-യുടെ സർവേ ഫലത്തിൽ തൂക്കുമന്ത്രിസഭയ്ക്ക് സാധ്യത. അങ്ങനെ വരുമ്പോൾ പ്രാദേശിക പാർട്ടികൾ തീരുമാനിക്കും ആര് ഈ രാജ്യം ഭരിക്കുമെന്ന് BBC പറയുന്നു.